ദൈവം നിങ്ങളെ വിളിച്ചത് പാതി വഴിയിൽ ജീവിതം അവസാനിപ്പിക്കാനല്ല, നിങ്ങൾ വഴിയിൽ പെട്ടുപോകാനല്ല, നിങ്ങളെ മരിക്കാനല്ല ദൈവം വിളിച്ചത്. ദൈവം നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് വിളിച്ചതാണ്. നിങ്ങൾ നശിക്കേണ്ടതായിരുന്നെങ്കിൽ ദൈവം നിങ്ങളെ വിളിക്കില്ലായിരുന്നു. ഈ ദൈവശബ്ദം നിങ്ങൾ കേൾക്കില്ലായിരുന്നു. ദൈവശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മരിക്കാൻ ദൈവം സമ്മതിക്കില്ല, നിങ്ങൾ നശിക്കാൻ ദൈവം സമ്മതിക്കില്ല, നിങ്ങൾ തകർന്നു പോകാൻ ദൈവം സമ്മതിക്കില്ല. ഇന്ന് നിങ്ങൾ ഏതൊക്കെ താഴ്ചകളിലൂടെ കടന്നു പോയാലും ആ താഴ്ചകൾ എത്രമാത്രം നിങ്ങൾ താണോ, എത്രമാത്രം നിങ്ങൾ അപമാനിക്കപ്പെട്ടോ, എത്രമാത്രം ശൂന്യതയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നോ, അത്രമാത്രം ഉയർച്ചയും ശ്രേഷ്ഠതയും ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ ഉയർച്ചയെ പരിഗണിക്കുന്നത്, നിങ്ങളുടെ ഉയർച്ചയെ തീരുമാനിക്കുന്നത് നിങ്ങൾ എത്രമാത്രം താഴ്ചയിലേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ്. ആമേൻ. ദൈവത്തിൻ്റെ പുത്രനായ യേശു ലോകത്തിൽ ഏറ്റവും ഉന്നതനായിരുന്നവൻ, ഏറ്റവും താണിറങ്ങി വന്നവൻ യേശു ക്രിസ്തുവാണ്. ആമേൻ. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 8-ാമത്തെ വാക്യം നോക്കിയേ. യേശു എവിടെ വരെ താണു? ദൈവരൂപത്തിലിരുന്നവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ തന്നെത്താൻ താഴ്ത്തി മനുഷ്യനായി വിളങ്ങി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. ആമേൻ. സകല നാമങ്ങൾക്ക് മേലായ നാമം നൽകി. എത്രമാത്രം താണോ, എത്രമാത്രം ഇറങ്ങി വന്നോ, എത്രമാത്രം എളിമപ്പെട്ടോ, അത്രമാത്രമാണ് ദൈവം ഉയർത്താൻ പോകുന്നത്. ഇന്ന് ശ്രദ്ധിച്ച് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ കടന്നു പോകുന്ന ഒരുപാട് താഴ്ചകളുടെ നടുവിലും നേരിടുന്ന ഒരുപാട് ചോദ്യങ്ങളുടെയൊക്കെ നടുവിലും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. ദൈവം നിങ്ങളെ മാനിക്കും, ദൈവം നിങ്ങളെ ഉയർത്തും. ഈ താഴ്ചയുടെ ജീവിതം നിങ്ങളെ പരാജയമല്ല, ഇതുകൊണ്ട് തീരുന്നില്ല. നിങ്ങളെ ദൈവം മാനിക്കും. ഹല്ലേലൂയ. എനിക്കറിയാം, ചില പ്രത്യേക കാരണങ്ങളാൽ എല്ലാ മനുഷ്യർക്കും താഴ്ചകളും വീഴ്ചകളും തകർച്ചകളൊക്കെ ഉണ്ടാകുന്നതിന് കാരണങ്ങളുണ്ട്. നമ്മൾ കാരണങ്ങൾ അന്വേഷിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ ആളുകളും. എല്ലാവർക്കും കാരണങ്ങൾ അറിയണം. പക്ഷേ ഈ ദൈവത്തിൻ്റെ അടുക്കൽ വരുമ്പോൾ ദൈവത്തിന് കാരണം അറിയാവുന്നതുകൊണ്ടാണോ, ഇനി നാം ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ടോ, നമ്മളെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ഈ കാരണങ്ങളൊന്നും പ്രധാനമായിട്ട് കർത്താവ് ചോദിക്കാതെ നിനക്ക് വിശ്വാസം ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഞാൻ നിൻ്റെ പിതാവാണെന്നും എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. നമ്മളാരും അങ്ങനെ ചോദിക്കാറൊന്നുമില്ല. നമ്മളെ താഴ്ചയുടെ കാരണവും അതിൻ്റെ എന്തെല്ലാം ചെയ്തു, ഏതെല്ലാം നമുക്കത് അറിയുന്ന ഒരു സന്തോഷം കൂടിയാണ്. ചിലർക്കാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതും അത് തന്നെ കേൾക്കുന്നതും അത് തന്നെ പ്രചരിപ്പിക്കുന്നതും വലിയ സന്തോഷമാണ്. എന്നാൽ കർത്താവ് അതൊന്നും ചോദിക്കുന്നില്ല. സ്ത്രീയെ, ആരും നിന്നെ ശിക്ഷ വിധിച്ചില്ലയോ? ഞാനും വിധിക്കുന്നില്ല. ഒരു കാര്യം മാത്രം, ഇനി പാപം ചെയ്യരുത്. ഇതാണ് കർത്താവിൻ്റെ വഴി. എന്ന് പറയുമ്പോൾ അർത്ഥം നിന്നെ ഇനി ആരും കല്ലെറിയുകയില്ല, നിന്നെ ഇനി ആരും കൊല്ലുകയില്ല, നീ മരിക്കുകയില്ല. ആമേൻ. ഹല്ലേലൂയ. നമ്മളാണെങ്കിൽ മാറി എന്ന് പറഞ്ഞാൽ അങ്ങനെ വിട്ടാൽ ശരിയാകുമോ? ഞങ്ങളൊക്കെ എന്ത് ധാർമ്മികത പഠിപ്പിക്കുന്നവരാ? ഞങ്ങൾ എന്ത് അടിസ്ഥാനത്തിൽ? ഇങ്ങനെ കർത്താവിൻ്റെ അടുക്കെ വരുന്നവർക്ക് കർത്താവ് വെറുതെ വിടുവാണെങ്കിൽ പിന്നെ ഞങ്ങൾ ഈ പഠിപ്പിച്ചതൊക്കെ വെറുതെ തീരുമല്ലോ. കർത്താവ് ചോദിക്കുന്നത്, നിന്റെ കണ്ണിൽ വലിയ കോലിരിക്കുക, നീ എന്തിനാ സഹോദരൻ്റെ കണ്ണിലെ കരട് തപ്പാനായിട്ട് പോകുന്നത്? ഇതൊരു കുറ്റപ്പെടുത്തലല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലെ ഏത് പോരായ്മകളും, നമുക്ക് പോരായ്മകളുണ്ട്, പക്ഷേ അവിടെ നിന്ന് കർത്താവിങ്കിലേക്കൊന്ന് വരാൻ മനസ്സ് വെക്കാമെങ്കിൽ കർത്താവ് നമ്മളെ കരങ്ങളിലെടുക്കും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത്, നിങ്ങൾ താഴ്ച ഭവിക്കാനോ അല്ലെങ്കിൽ ചില അനർത്ഥങ്ങളിലൂടെ കടന്നു പോകാനോ ഒക്കെ കാരണങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. കാരണങ്ങൾ കാണും. പക്ഷേ ആ കാരണങ്ങൾ എന്താണെന്ന് അറിഞ്ഞുകൊണ്ടും അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കാനല്ല, അവിടെ നിന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ദൈവം തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോയ ഒരു യഹൂദൻ്റെ കാര്യം, കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവരുടെ കാര്യം നമ്മൾ വായിച്ചിട്ടുണ്ട് ബൈബിളിൽ. എന്നാൽ അവിടെ ഒരു പുരോഹിതനും ഒരു ലേവിനും അതുവഴി കടന്നു പോയിട്ട് അവനെ മൈൻഡ് ചെയ്തില്ല. ഒരു ശമരിയക്കാരൻ, അവൻ ശത്രുവെന്ന് കരുതിയ, അവനെ സഹായിക്കില്ലെന്ന് കരുതിയ ഒരു മനുഷ്യനാണ് വന്ന് അവനെ സഹായിച്ചത്. പുരോഹിതനെ സംബന്ധിച്ച് അവൻ്റെ കുറ്റങ്ങളൊക്കെ ചിലപ്പോൾ അറിയാമായിരിക്കും. എന്തിനാണ് നീ വീണത്? ലേവ്യനെ സംബന്ധിച്ചും അവനതിന് മെനക്കെടാൻ മനസ്സില്ലാത്തവനായിരിക്കാം. പക്ഷേ ശമരിയക്കാരന് ശത്രുവാണെങ്കിൽ പോലും അവനാണ് സഹായിച്ചത്. പ്രിയമുള്ളവരെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ തന്നെ നമ്മളൊരു കാര്യം ഓർത്തോണം, ദൈവം നമ്മുടെ
പരാജയങ്ങളെ കുത്തിപ്പൊക്കുകയല്ല. നമ്മുടെ പരാജയങ്ങളിൽ 130 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, യഹോവേ നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവേ ആർ നിലനിൽക്കും. എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പക്കൽ വിമോചനമുണ്ട്. അതേ സഹോദരങ്ങളെ, ദൈവത്തിന് നിങ്ങളെ വിടുവിക്കാൻ ആഗ്രഹമുണ്ട്. ദൈവം നിങ്ങളെ മാനിക്കാൻ ആഗ്രഹമുണ്ട്. നിങ്ങളുടെ താഴ്ചയിൽ നിന്ന് ദൈവം ഉയർത്താൻ ആഗ്രഹമുണ്ട്. ദൈവം നിങ്ങളെ മാനിക്കും, ദൈവം നിങ്ങളെ ഉയർത്തും. ഹല്ലേലൂയ. പത്രോസ് അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിൽ 1 പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ പറയുന്നത്, തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ. അവൻ തക്ക സമയത്ത് നമ്മളെ ഉയർത്തും. തക്ക സമയത്ത്. ഹല്ലേലൂയ. നമ്മുടെ മടങ്ങി വരുമ്പോൾ, ദൈവത്തിൻ്റെ ഹിതത്തിനായി നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മളെ ഉയർത്തും. ഇനി നാം താഴ്ചയിലൂടെ കടന്നു പോകുന്ന മറ്റൊരു കാരണം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയായ പരിശീലനമാണ്, ദൈവത്തിൻ്റെ പദ്ധതിയായ ശോധനകളാണ്. അതിന് പ്രത്യേക കാരണം വേണ്ട, അതിന് നമ്മുടെ കാരണം ആയിരിക്കുകയില്ല. ദൈവം യോബൊക്കെ കടന്നുപോയ ശോധന അതാണ്, യേശു കടന്നുപോയ ശോധന അതാണ്, യോസെഫ് കടന്നുപോയ ശോധന അതാണ്. അപ്പോൾ ശോധനകൾ പലതുണ്ട് നമ്മളെ ദൈവം അനുവദിച്ചു തരുന്നു. ആ അനുവദിച്ചു തരുന്ന ശോധന നമുക്ക് തരുന്ന പ്രതിഫലം ഇരട്ടിയായിരിക്കും. ഹല്ലേലൂയ. ദൈവം നമ്മളെ മാനിക്കുന്നു, ഉയർത്തുന്നു അതിശയകരമായിട്ടായിരിക്കും. ഏറ്റവും അത്ഭുതകരമായ ഒരു ഉയർച്ചയായിരിക്കും. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്നത് അത്തരത്തിലുള്ള ശോധനയാണെങ്കിൽ നിങ്ങൾ നിരാശപ്പെടേണ്ട. അവിടെയും സഹായിക്കാൻ ആരും കാണുകയില്ലായിരിക്കും, അവിടെയും രക്ഷപ്പെടാനുള്ള വഴികൾ കാണുകയില്ലായിരിക്കും. പക്ഷെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി കരുതുന്നു. ദൈവം നിങ്ങളെ മാനിക്കാൻ ഒരു പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ ഇപ്പോൾ അറിയുന്നതെന്നാണ് ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായത്തിൽ ഇയ്യോബ് പറയുകയാണ്, ഞാൻ വിചാരിച്ചു പോയി, ദൈവമേ എന്നെ കൈവിട്ടോ, എന്നെ ശോധന ചെയ്യുമ്പോൾ ഞാൻ നശിച്ചുപോകും, പൊന്നുപോലെ പുറത്തു വരുന്നൊക്കെ വിശ്വാസം പറഞ്ഞു. പക്ഷേ ഇപ്പോൾ മനസ്സിലായി, ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല, അവൻ്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ല. ആമേൻ. അതെ, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശവും അസാധ്യമല്ല. നിങ്ങൾ എത്രമാത്രം താഴ്ചയിലൂടെ കടന്നു പോയോ ദൈവം അതനുസരിച്ച് നിങ്ങളെ ഉയർത്തിയിരിക്കും. അനേകർ നിങ്ങളെ താഴ്ചയെ കണ്ടിട്ടുള്ളതായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ ഉയരുകയെന്നോ നടക്കുകയെന്നോ മുന്നോട്ട് പോകുകയില്ലെന്നോ ഒക്കെ പലരും പറഞ്ഞേക്കാം. ദാവീദിനെക്കുറിച്ച് പറയുന്നത്, അവനൊരു ദീനം വന്നവൻ കിടപ്പിലായി, അവൻ എഴുന്നേൽക്കില്ലെന്ന് പലരും പറയുക, മാറിയെന്ന് പറയുക. പക്ഷേ ദൈവമാണ് അവനെ എഴുന്നേൽപ്പിക്കുന്നത്. ഹല്ലേലൂയ. അതെ, ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കും. ദൈവത്തിന് നിങ്ങളെ ആവശ്യമുണ്ട്. ആര് കർത്താവിൻ്റെ കാൽക്കൽ വീഴുന്നോ, ആര് കർത്താവിനായി തങ്ങളെ തന്നെ സമർപ്പിക്കുന്നു, ആർക്ക് യേശുവിൽ വിശ്വാസമുണ്ടോ. കർത്താവ് ചോദിക്കുന്നത് അതാണ്, നിനക്ക് വിശ്വാസമുണ്ടോ? ഒരു രോഗിയാണെങ്കിൽ 38 വർഷമായിട്ട് ഒരു കുളക്കരെ കിടക്കുകയാണ്, എന്നെ സഹായിക്കാൻ ആരുമില്ലെന്നുള്ള കംപ്ലൈൻറ്റ് മാത്രമേ അവനുള്ളൂ. ആര് ചോദിച്ചാലും കംപ്ലൈൻറ്റേ ഉള്ളൂ. എന്നെ ഒന്ന് സഹായിക്കാമെന്ന് ചോദിക്കുന്നില്ല, പക്ഷേ കംപ്ലൈൻറ്റാണ് പറയുന്നത്. കർത്താവ് വരുമ്പോഴും കംപ്ലൈൻറ്റാണ് പറയുന്നത്. എന്നാൽ കർത്താവ് ചോദിക്കുന്നത്, നിനക്ക് മനസ്സുണ്ടോ? കർത്താവിന് നിങ്ങളെ വിടുവിക്കാൻ കഴിയും. എത്ര വർഷമാണെന്ന് ചിന്തിക്കേണ്ട, ദൈവം നിങ്ങളെ ഉദ്ധരിക്കും. ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ല. ആമേൻ. ഞാൻ നിങ്ങളെക്കൊണ്ട് പ്രാർത്ഥിക്കാം. എത്രമാത്രം നിങ്ങൾ താണോ, എത്രമാത്രം നിങ്ങൾ താഴ്ത്തപ്പെട്ടോ, എത്രമാത്രം നിങ്ങൾ അപമാനിക്കപ്പെട്ടോ, എത്രമാത്രം നിങ്ങൾ ക്രൂശിക്കപ്പെട്ടോ, അത്രമാത്രം ഉയർച്ചയെ ദൈവം വെച്ചിട്ടുണ്ട്. പ്രിയ കർത്താവേ, ഇന്നത്തെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ ഞാൻ സമർപ്പിക്കുകയാണ്. ദൈവപുത്രനായ യേശു ദൈവരൂപത്തിലിരുന്ന് താഴേക്ക് മനുഷ്യനിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനായി വിളങ്ങി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. കർത്താവേ, ഞങ്ങൾ പിന്നെ വായിക്കുന്ന അവിടുന്ന് ദൈവം ഏറ്റവും ഉയർത്തി. കർത്താവേ, ഞങ്ങൾ കടന്നു പോകുന്ന എല്ലാ താഴ്ചയിലും ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരു ഉയർച്ച കരുതിയിരിക്കാൻ നന്ദി പറയുന്നു. ഈ വചനം കേൾക്കുന്നവർ കടന്നു പോകുന്ന എല്ലാ ശോധനയിലെയും എല്ലാ താഴ്ചയുടെ അനുഭവത്തിൽ അവരെ ഉയർപ്പിക്കാൻ പോകുന്നതിനായി, അവർക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ശ്രേഷ്ഠമായ പദ്ധതികൾക്കായി, അവരുടെ കുടുംബത്തിൽ ദൈവം വെച്ചിരുന്ന ഉയർച്ചയ്ക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഇന്ന് രോഗികളായി കഴിയുന്നവരെ സൗഖ്യം പ്രാപിക്കട്ടെ. ഇന്ന് പ്രശ്നങ്ങൾ കൂടി കടന്നു പോകുന്നവർ വിടുതൽ പ്രാപിക്കട്ടെ. കർത്താവേ, എവിടെയൊക്കെ കടഭാരത്തിലും തകർച്ചയിലും അടിഞ്ഞു പോവുകയാണ്, എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, കർത്താവിനെ എഴുന്നേൽപ്പിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ സൗഖ്യവും വിടുതലും ഇവരുടെ മേൽ ഉണ്ടാകട്ടെ. തക്ക സമയത്ത് ഇവരെ ഉയർത്തും, മാനിക്കും, അത്ഭുതം ചെയ്യും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൽ വിശ്വസിക്ക്. തക്ക സമയത്ത് കർത്താവ് വിടുവിക്കും, ഉയർത്തും. ഈ സന്ദേശം നിങ്ങൾ കുറേ പേർക്ക് കഴിയുമെങ്കിൽ വാട്സാപ്പിലൂടെയൊക്കെ നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്യണം. ഗാഡ് ബ്ലസ് യു. ഹാവ് എ ലവ്ലി ഡേ.